നമുക്ക് ഒരു പെൺകുട്ടിയുടെ കഥയിലേക്ക് പോകാം. അവളുടെ പേര് അമാൻഡ വില്യംസ്. കാലിഫോർണിയയിലാണ് അവൾ ജനിച്ചത്, വളർന്നതും. ചെറുപ്പം മുതലേ അമാൻഡയ്ക്ക് മൃഗങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. നിനക്ക് പൂച്ചയോ നായയോ ഒക്കെ ഇഷ്ടമല്ലേ? അമാൻഡയ്ക്ക് അതുപോലെ എല്ലാ മൃഗങ്ങളും പ്രിയപ്പെട്ടവയായിരുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ അവൾക്ക് സാൻ ഡീഗോ മൃഗശാലയിൽ ജോലി കിട്ടി. അവിടെ 2920 സൂ ഡ്രൈവ്, സാൻ ഡിയേഗോ എന്ന വിലാസത്തിൽ അവൾ പലതരം മൃഗങ്ങളെ അപൂർവമായവർ വരെ നോക്കി. ആനയും കടുവയും മുതൽ ചെറിയ പക്ഷികൾ വരെ എല്ലാത്തിനെയും അവൾ സ്നേഹത്തോടെ പരിചരിച്ചു. 2 വർഷം അവിടെ ജോലി ചെയ്തപ്പോൾ മൃഗങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൾ പഠിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു: വന്യമായ പ്രകൃതിയിൽ പോയി മൃഗങ്ങളെ സംരക്ഷിക്കണം. അങ്ങനെ അമാൻഡ അമേരിക്ക വിട്ട് ആഫ്രിക്കയിലേക്ക് പോയി. എവിടേക്ക് അറിയാമോ? കെനിയയിലെ മസായ് മാര റിസർവിലേക്ക്. അവിടെ വന്യജീവികളെ സംരക്ഷിക്കുക എന്നത് അവളുടെ ജീവിത ലക്ഷ്യമായി. പക്ഷേ അവിടെ എത്തിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലേ? പകൽ വെയിൽ കൊള്ളുന്ന ചൂട്, രാത്രി തണുപ്പ് കാലാവസ്ഥ ഒട്ടും എളുപ്പമല്ലായിരുന്നു. എന്നാലും അമാൻഡ എപ്പോഴും ചിരിച്ചുകൊണ്ട് ജോലി ചെയ്തു. അവളുടെ ദിവസവും തിരക്കുള്ളതായിരുന്നു. പട്രോളിംഗ്, മൃഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കൽ, വേട്ടക്കാർ ഇല്ലെന്ന് ഉറപ്പാക്കൽ, ഇതൊക്കെയായിരുന്നു ജോലി. അവളുടെ സൗഹൃദ സ്വഭാവം കാരണം പ്രാദേശിക സഹപ്രവർത്തകർക്കിടയിൽ അവൾ വേഗം പ്രിയപ്പെട്ടവളായി. ഒഴിവു സമയത്ത് അവൾ റിസർവിന് ചുറ്റും നടന്ന് സിംഹം, ആന, കാണ്ടാമൃഗം തുടങ്ങിയവയുടെ ശീലങ്ങൾ നിരീക്ഷിക്കും. എല്ലാം ഒരു നോട്ട്ബുക്കിൽ കുറിച്ചുവെക്കും. സാൻ ഡീഗോയിലെ അനുഭവം അവൾക്ക് എന്ത് സംഭവിച്ചാലും താങ്ങായി. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമാൻഡ അവിടുത്തെ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു. ATV ഓൾ ടെറൈൻ വെഹിക്കിൾ ഓടിച്ച് പുൽമേടുകളിലെ പാതകളിലൂടെ അവൾ ആത്മവിശ്വാസത്തോടെ പോയി. സാധാരണ ഒരു സഹപ്രവർത്തകനോടൊപ്പമാണ് പട്രോളിംഗ്. പക്ഷേ ഒരു ദിവസം രാവിലെ അവളുടെ സഹപ്രവർത്തകന് പെട്ടെന്ന് അസുഖം വന്നു. പട്രോളിംഗ് നിർത്താൻ പറ്റില്ലല്ലോ, അല്ലേ? അങ്ങനെ അമാൻഡ തനിയെ പോകാൻ തീരുമാനിച്ചു. വെള്ളം, ഭക്ഷണം, സുരക്ഷാ ഉപകരണങ്ങൾ എല്ലാമെടുത്ത് അവൾ യാത്ര തുടങ്ങി. അന്ന് വെയിൽ കടുത്തതായിരുന്നു. പുൽമേടുകളിൽ ചൂടടിച്ചു കയറി. എന്നാലും മൃഗങ്ങളോടുള്ള സ്നേഹം അവളെ മുന്നോട്ട് നയിച്ചു. അവളുടെ വാഹനം പൊടി വിതറി മുന്നോട്ടു പോയി. വഴിയിൽ കുറച്ച് മാൻപേടകളുടെ കാൽപ്പാടുകൾ കണ്ടു. സിംഹങ്ങൾക്കായി ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഒരു കുറ്റിക്കാടിനടുത്ത് ഒരു വിചിത്രമായ ട്രക്ക് നിർത്തിയിരിക്കുന്നത് അവൾ കണ്ടു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്തോ തെറ്റ് നടക്കുന്നുണ്ടെന്ന് തോന്നി. നമുക്കൊന്ന് ചിന്തിക്കാം. നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യും? അമാൻഡ ധൈര്യം സംഭരിച്ചു. വാഹനം നിർത്തി ബൈനോക്കുലർ എടുത്തു നോക്കി. ട്രക്ക് പുതിയതാണ്, ലൈസൻസ് പ്ലേറ്റ് വ്യക്തമല്ല. അവൾ അടുത്തേക്ക് പോയി ഡ്രൈവറോട് നിർത്താൻ ആംഗ്യം കാണിച്ചു. ആദ്യം ട്രക്ക് പതിയെ നീങ്ങി. പക്ഷേ അവളുടെ ഉറച്ച നോട്ടവും ആംഗ്യവും കണ്ടപ്പോൾ അവർ നിന്നു. അമാൻഡ ട്രക്കിന്റെ പിന്നിൽ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ട്രക്കിലെ 2 പേരൊന്നും മിണ്ടാതെ തലയാട്ടി. നിനക്ക് ഊഹിക്കാമോ എന്താണ് കണ്ടത്? ട്രക്കിന്റെ പിന്നിൽ ഒരു കാണ്ടാമൃഗം ചങ്ങലയാൽ കെട്ടിയിരിക്കുന്നു. അമാൻഡ ഞെട്ടി. ഇവർ വന്യജീവി വേട്ടക്കാരാണ്. അവൾ വേഗം തന്റെ വാഹനത്തിലേക്ക് പോയി തോക്കെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ 2 പേര് അവളെ പിടിച്ചു. നിന്നോട് ഒച്ച വയ്ക്കരുത് എന്ന് പറഞ്ഞ് അവർ അവളെ ഒരു വലിയ മരത്തിനടുത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. കൈകൾ കയറുകൊണ്ട് കെട്ടി. അമാൻഡ ഭീഷണിപ്പെടുത്തി, നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ല. പക്ഷേ അവർ ഒന്നും കേൾക്കാതെ ട്രക്ക് ഓടിച്ചുപോയി. ചൂടിൽ തനിച്ച് കെട്ടപ്പെട്ട് അമാൻഡ പാടുപെട്ടു. കയർ മുറുകി കൈകളിൽ ചുവന്ന പാടുകൾ വീണു. വെള്ളമില്ല, വിയർപ്പ് ഒലിച്ചിറങ്ങി. ഉച്ചവെയിലിൽ അവൾ ബോധം മറയുന്ന അവസ്ഥയിലായി. പെട്ടെന്ന് ഒരു ഗർജനം. അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഒരു കൂട്ടം പെൺസിംഹങ്ങൾ അടുത്തേക്ക് വരുന്നു. അവളുടെ ഹൃദയം പടപടാന്ന് മിടിച്ചു. പേടി അവളെ മുഴുവൻ കീഴടക്കി. പെൺസിംഹങ്ങൾ അവളെ വളഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവ വഴിമാറി. ഒരു വലിയ ആൺസിംഹം മുന്നോട്ട് വന്നു. ആ സിംഹം അവളെ നോക്കി. കണ്ണുകൾ മൂർച്ചയുള്ളതാണ്. അത് കയറിനെ നഖം കൊണ്ട് വലിച്ചു. അമാൻഡ ഭയന്നു. പക്ഷേ ആക്രമിക്കാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. അവൾ സിംഹത്തിന്റെ കഴുത്തിലെ വലിയ മുറിവ് കണ്ടു. നിനക്കറിയാമോ, 1 വർഷം മുമ്പ് ഹൈനയുടെ ആക്രമണത്തിൽ നിന്ന് അവൾ ഈ സിംഹത്തെ രക്ഷിച്ചിരുന്നു. 3 മാസം അവൾ അതിനെ പരിചരിച്ചു, പൂർണ്ണമായും സുഖപ്പെടുത്തി. സിംഹം കയർ പറിച്ചു. അവസാനം അതയഞ്ഞു. അമാൻഡ കൈകൾ വലിച്ച് മോചിതയായി. സന്തോഷം കൊണ്ട് അവൾ സിംഹത്തെ കെട്ടിപ്പിടിച്ചു.
സിംഹം മൃദുവായി ഗർജിച്ചു, അവളോട് നന്ദി പറയുന്ന പോലെ. ആ നിമിഷം അവളുടെ ദയ മടക്കി നൽകപ്പെട്ടതാണെന്ന് അവൾ മനസ്സിലാക്കി. നമുക്കിവിടെ ഒന്ന് നിർത്താം. എന്ത് അത്ഭുതകരമായ നിമിഷമല്ലേ? പക്ഷേ അമാൻഡയുടെ ദൗത്യം അവിടെ തീർന്നില്ല. അവൾ വേഗം ATVയിലേക്ക് OT റേഡിയോ വഴി ആസ്ഥാനവുമായി ബന്ധപ്പെട്ടു. കാണ്ടാമൃഗത്തിന്റെയും വേട്ടക്കാരുടെയും വിവരം അവൾ റിപ്പോർട്ട് ചെയ്തു. ഉടനെ പോലീസും സംരക്ഷണ കേന്ദ്രവും ആക്ഷൻ എടുത്തു. അമാൻഡയും സഹപ്രവർത്തകരും ട്രക്കിന്റെ പാത പിന്തുടർന്നു. 2 മണിക്കൂറിനുള്ളിൽ കാടിന്റെ അതിർത്തിയിൽ ആ ട്രക്ക് കണ്ടെത്തി. വേട്ടക്കാർ പോലീസിന്റെ കൈയിൽ അകപ്പെട്ടു. കാണ്ടാമൃഗം ഭയന്നെങ്കിലും വലിയ പരിക്കുകളില്ലായിരുന്നു. മൃഗഡോക്ടർമാർ അതിനെ പരിശോധിച്ച് വേഗം സുഖപ്പെടുമെന്ന് ഉറപ്പാക്കി. അമാൻഡയും സഹപ്രവർത്തകരും ആഹ്ലാദിച്ചു. അവർ കാണ്ടാമൃഗത്തെ മസായ് മാരയുടെ വിശാലമായ പുൽമേടുകളിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. വേട്ടക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമവിരുദ്ധ വേട്ടയ്ക്ക് കേസെടുത്തു. ജോലി കഴിഞ്ഞ് അമാൻഡ തന്റെ താത്കാലിക വീട്ടിലേക്ക് മടങ്ങി. സോഫ്റ്റ് മ്യൂസിക് വെച്ച് അവൾ ആ ദിവസത്തെ സംഭവങ്ങൾ ഓർത്തു. സിംഹം തന്നെ രക്ഷിച്ചതോർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു. ജീവിതത്തിന് നന്ദി പറഞ്ഞ് അവൾ ഉറങ്ങാൻ കിടന്നു. നാളെ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള യാത്ര അവൾ ധൈര്യത്തോടെ തുടരുമെന്ന് അവൾക്കുറപ്പായിരുന്നു.